നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കാന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറേ കാലമായി ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നു, എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് സമയം കിട്ടിയത്. അപ്പോൾ നമ്മൾ മുന്നേ സിറത്തിൻ്റെ വീഡിയോകൾ ഇട്ടപ്പോഴേ ഒരുപാട് പേര് ഡൗട്ടുകൾ ചോദിച്ചിരുന്നു, കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അപ്പോഴേ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു എല്ലാം കൂടെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ എന്തായാലും ഉണ്ടാക്കണം എന്ന് കുറേ കാലം ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണ് സമയവും സന്ദർഭമൊക്കെ ഒത്തു വന്നത്. അപ്പോൾ സിറത്തിൻ്റെ വീഡിയോകൾ ഇട്ടപ്പോൾ ചോദിച്ച ഡൗട്ടുകൾ ഇതൊക്കെയായിരുന്നു. എപ്പോഴാണ് നമ്മൾ നമ്മുടെ സ്കിൻ കെയറിൽ സിറം ഉൾപ്പെടുത്തേണ്ടത്? ഇനി സിറം യൂസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണോ? മോയ്സ്ചറൈസർ മാത്രം യൂസ് ചെയ്താൽ മതിയോ? മോയ്സ്ചറൈസറിന് ശേഷമാണോ സിറം അപ്ലൈ ചെയ്യേണ്ടത്, മുന്നേ ആണോ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഡൗട്ടുകൾ ചോദിച്ചിരുന്നു. പിന്നെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വല്ല ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറുമോ, അല്ലെങ്കിൽ സ്കിന്ന് ബ്രൈറ്റൻ ആവുമോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. പിന്നെ പലരുടെയും ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരുപാട് സിറംസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ യൂട്യൂബിൽ നോക്കിയാലും കുറേ റിവ്യൂകൾ കാണാം. ഇതിൽ നിന്നൊക്കെ ഏതാണ് നമുക്ക് പറ്റിയ സിറം എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഈവൺ എനിക്ക് പോലും ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? കാരണം കുറേ സിറംസ് ഉണ്ട്, ഏകദേശം എല്ലാ സിറത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഒരുപോലെയാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും ഉണ്ടായിരുന്നു ഡൗട്ട്. പിന്നെ ചിലർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ഇതാണ് യൂസ് ചെയ്യുന്നത്, അതന്നെ ഞാൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ യൂട്യൂബർ പറഞ്ഞത് ആ സിറമാണ് അതന്നെ യൂസ് ചെയ്യാം, അങ്ങനെ വിചാരിച്ചിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനാണ് സൈഡ് എഫക്ട്സ് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് സിറം സെലക്ട് ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് സിറം യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണണം. അപ്പോൾ വായിക്കാണ്ട് നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. സിറം ഞാൻ അപ്ലൈ ചെയ്യുന്നത് എന്തായാലും കാണിച്ചു തരാം. അതിനേക്കാളും മുന്നേ ആയിട്ട് സിറവും മോയ്സ്ചറൈസറും തമ്മിലുള്ള ഡിഫറൻസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് വേഗം ഞാൻ പറഞ്ഞു പോവാം. സിറവും മോയ്സ്ചറൈസറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. സിറം എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, തിന്നാണ് നമ്മൾ മോയ്സ്ചറൈസറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ സിറം എന്ന് പറയുന്നത് സിറത്തിലുള്ളത് ചെറിയ മോളിക്യൂൾസ് ആണ്. ചെറിയ മോളിക്യൂൾസ് വലിയ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് സിറത്തിലുള്ളത്. അപ്പോൾ ഈ സിറത്തിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് എപ്പോഴും മോയ്സ്ചറൈസറിനേക്കാളും റേറ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം സിറത്തിനാണ്. പിന്നെ ഈ സിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറവും മോയ്സ്ചറൈസറും നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സിറം എന്ന് പറയുന്നത് ഈ മോയ്സ്ചറൈസറിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആണ്. നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന, ഡീപ്പായിട്ട് കടന്നു ചെന്നിട്ട് സ്കിന്നിനെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സിറം എന്ന് പറയുന്നത്. പിന്നെ പലരും ഈ ഡെയിലി ബേസിലൊക്കെ മേക്കപ്പ് പല ക്രീമുകളൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എളുപ്പം തന്നെ സ്കിന്ന് കേടാവാനുള്ള അല്ലെങ്കിൽ സ്കിന്ന് ചീത്തയാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ സിറം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം സിറം നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യും. പിന്നെ കുറേ സിറം ഉണ്ട്. അപ്പോൾ ഏത് സിറമാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. കാരണം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസിൽ ഉണ്ടാവും. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ വായിച്ചിട്ടൊക്കെ വേണം നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോഴായാലും കൂടുതൽ വായിച്ചിട്ട് കൂടുതൽ അതിൻ്റെ റിവ്യൂകളൊക്കെ നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് ഓരോ ടൈമും ഇങ്ങനെ സ്കിന്നിൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ എന്താ പറയുക സ്കിന്നിൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഇത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. നമ്മുടെ പ്രോബ്ലം ഏജിങ് പ്രോബ്ലം ആണ്, റിങ്കിൾസ് ചുളിവുകളുണ്ട്, ഫൈൻ ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സെറം ആൻറ്റി ഏജിങ് സെറമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി സ്കിൻ ബ്രൈറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി സെറം ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മുടെ ഫേസ് ഓയിലി ആണ്, അല്ലെങ്കിൽ കുറേ പിമ്പിൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സിറം, നീമിൻ്റെ ബേസ് ചെയ്ത സിറം ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കഫീൻ സിറം ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ സ്കിന്ന് ഏജ്ഡ് ആണ്, കുറേ മെച്യൂർഡ് ആയിട്ടുള്ള സ്കിന്നാണ്, ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ നമ്മൾ ഹൈലറോണിക് ആസിഡ് ഉള്ള സെറമാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വൈറ്റമിൻ സി ബേസ്ഡ് സെറമാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്കുള്ളൊരു ഡൗട്ടാണ് സെറം യൂസ് ചെയ്യുമ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണോ എന്നുള്ളത്. അത് നമുക്ക് എങ്ങനെയാണ് സെറം അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് പറയാം. സിറമൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ അതാണ് ചെയ്യുന്നത്.
അതിനുശേഷം ഫേസൊക്കെ ഒന്ന് നന്നായി കഴുകി പാറ്റ് ഡ്രൈ ചെയ്ത ശേഷം നമ്മൾ സിറം അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാവ് സ്കിൻ സയൻസിൻ്റെ ഹൈലൂറോണിക് ആസിഡ് സിറമാണ്. ഈ സിറത്തിൻ്റെ പാക്കേജിൽ ഡ്രോപ്പറൊന്നുമില്ല, നമ്മളിങ്ങനെ പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ക്യാപ്പൊന്ന് മാറ്റിയിട്ട് ഞാനൊരു നിലക്കടലയുടെ സൈസിലാണ് സിറം എടുക്കാൻ പോകുന്നത്. നമുക്ക് അത്രയേ വേണ്ടൂ. അപ്പോൾ അത് ഞാൻ എടുത്തു. അതിന് ശേഷം ഡോട്ടായിട്ടൊന്ന് ഫുൾ ഫേസ് അപ്ലൈ ചെയ്യാണ്. ഇനി നമ്മൾ ഫുൾ ഫേസ് ഒന്ന് മസാജ് ചെയ്യാൻ പോവാണ്. വളരെ ജെൻറ്റിലായിട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ. ഹാർഷായിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. വളരെ പതുക്കെ ഇതുപോലെ സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അപ്ലൈ ചെയ്ത സിറം നമ്മുടെ സ്കിന്നിലോട്ടേക്ക് അബ്സോർബ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണിത്. കുറേ സമയമൊന്നും നമ്മളിങ്ങനെ ഇരുന്ന് മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് സെക്കൻഡുകൾ മാത്രം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ സിറം സ്കിന്നിൻ്റെ ഉള്ളിലോട്ടേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കണം. വളരെ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഫുൾ ഫേസിൽ. അപ്പോൾ ഈ സിറം സ്കിന്നിൻ്റെ ഉള്ളിലോട്ടേക്ക് പോകും. എന്നാൽ മാത്രമേ അത് സ്കിന്നിനെ റിപ്പയർ ചെയ്യൂ. കാരണം ഈ ഒരു സിറം എന്ന് പറയുന്നത് ഏജിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഡാമേജ്ഡ് ആയ സ്കിന്നിനൊക്കെ നല്ലതാണ്. അപ്പോൾ സ്കിന്നിൻ്റെ ഉള്ളിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ അത് സ്കിന്നിനെ റിപ്പയർ ചെയ്യൂ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വാവ് സ്കിൻ സയൻസിൻ്റെ ഹൈലൂറോണിക് ആസിഡ് വാട്ടർ ജെല്ലാണ്. അപ്പോൾ സ്കിന്ന് നല്ല ഡ്രൈ ആണ്, നല്ല മെച്ചുവേർഡ് ആണ്, നല്ല ഏജ് ഉള്ളവരൊക്കെ ആണെങ്കിൽ 50+ ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ലോണം ഡ്രൈ ആവാൻ തുടങ്ങും. കാരണം ഡീഹൈഡ്രേഷനൊക്കെ കൂടും. അപ്പോൾ ആ സമയത്ത് നമുക്കിതുപോലെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വാട്ടർ ജെല്ലായതുകൊണ്ട് ഓയിലി സ്കിന്നുകാർക്കാണ് നല്ലത്, ഡ്രൈ സ്കിന്നുകാരല്ല. ഡ്രൈ സ്കിൻ, എക്സ്ട്രീം ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ ലോഷൻ ടൈപ്പ് മോയ്സ്ചറൈസർ തന്നെ അപ്ലൈ ചെയ്യണം. ഈ ഒരു സ്റ്റെപ്പ് ഓയിലി സ്കിന്നുകാർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒക്കെ റീസൺസ് ഞാൻ ഈ വീഡിയോ തന്നെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ ഈ കണ്ട സ്റ്റെപ്സൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു റിസൾട്ട് നമ്മുടെ സ്കിന്നിന് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള സിറം മാത്രം സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഈ സിറത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഹൈലൂറോണിക് ആസിഡ് തന്നെയാണ്. പിന്നെ ഇത് പാരബൻ ഫ്രീ ആയിട്ടുള്ള, സിലിക്കോൺ ഫ്രീ ആയിട്ടുള്ള ഒരു സിറം കൂടിയാണ്. പിന്നെ ഇതിൻ്റെ പാക്കേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വൈറ്റ് ബോട്ടിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഒരു ക്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആ ക്യാപ്പ് എടുത്തതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇത് യൂസ് ചെയ്യാനും നല്ല ഈസിയാണ്. എളുപ്പം തന്നെ സ്കിന്നിലോട്ടേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കുമോ അല്ലെങ്കിൽ ഗ്രീസി ആയിട്ടിരിക്കുമോ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ സ്കിൻ അബ്സോർബ് ചെയ്യും. നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കൈൻ്റെ മേലെ എടുത്ത് കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം. നമ്മൾ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ സ്കിന്നിലോട്ടേക്ക് അബ്സോർബ് ആവും. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഹൈലൂറോണിക് ആസിഡ് വാട്ടർ ജെൽ. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഓയിലി സ്കിന്നുകാർക്കാണ് ഏറ്റവും നല്ലത്. എപ്പോഴും ജെൽ ടൈപ്പ് സംഭവങ്ങളൊക്കെ ഓയിലി സ്കിന്നുകാർക്കായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതിൻ്റെ ലിഡൊക്കെ വരുന്നത് ഇങ്ങനെയാണ്, ഗോൾഡൻ കളറിൽ. നല്ല രസമുള്ള ഒരു പാക്കേജാണ്. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ ജെല്ല് പുറത്തെടുക്കാം. അതുകൊണ്ട് ഒരിക്കലും എന്താ പറയുക, അനാവശ്യമായിട്ട് ഒരു പ്രൊഡക്റ്റും പുറത്തേക്ക് വരില്ല. ആവശ്യമായിട്ടുള്ളത് മാത്രമേ വരൂ. അപ്പോൾ ഇതും വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതും പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ, ഇന്ത്യൻ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക്സ് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സെറവും അതുപോലെ തന്നെ മോയ്സ്ചറൈസറും രണ്ടും നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിൽ വാട്ടർ ലോസ് വരാണ്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഒരു ബാരിയർ പോലെ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ സ്കിന്നിന് ഒരു ബാരിയർ പോലെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസറിന്റെ പ്രധാന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന പണി. അതൊരു വാട്ടർ ലോസിൽ നിന്നും സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതാണ് അതിൻ്റെ ഒരു പ്രധാന പണി എന്ന് പറയുന്നത്. മോയ്സ്ചറൈസറിനെ പോലെ ഒരിക്കലും സെറം എന്താ പറയുക ഒരു തിക്കനിങ് ആയിട്ടുള്ള സംഭവം ആവില്ല. മോയ്സ്ചറൈസർ പിന്നെ പല രൂപത്തിലുണ്ട്. ലോഷൻ രൂപത്തിലുണ്ട്, ക്രീമി ആയിട്ടുണ്ട് ടെക്സ്ചർ, ജെൽ രൂപത്തിലുണ്ട്, അങ്ങനെ പല ടൈപ്പിൽ
ഉണ്ട്. പിന്നെ ഈ സെറത്തിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാമെന്ന് പറയാനുള്ള കാരണം, ചില കേസിൽ ഈ സെറം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് എസ്കേപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ലോക്ക് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എക്സ്ട്രീംലി ഡ്രൈ ആണെങ്കിൽ സെറം എളുപ്പം തന്നെ സ്കിന്നിലോട്ടേക്ക് അബ്സോർബ് ചെയ്യും. എന്നിട്ട് അപ്പോൾ എന്താ പറയുക, അത്രമാത്രം സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കില്ല നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ. അപ്പം നമ്മൾ അതിന് മേലെ ഒരു മോയ്സ്ചറൈസർ കൂടെ അപ്ലൈ ചെയ്തിട്ട് സെറത്തിന് എന്താ പറയുക കംഫർട്ടബിൾ ആക്കി കൊടുക്കണം. സ്കിന്നിനെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെറത്തിനെ കംഫർട്ടബിൾ ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറത്തിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം ഡ്രൈ സ്കിൻ ആണെങ്കിൽ. ഇനി ഓയിലി സ്കിൻ ആണെങ്കിൽ നിർബന്ധമില്ല കേട്ടോ. അപ്പം നിങ്ങൾ പറയും, എനിക്ക് കമൻറ്റ് തന്നെ വന്നിരുന്നു മുന്നേ, ഓയിലി സ്കിൻ ആണെങ്കിലും നിർബന്ധമായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം, അങ്ങനെ പലരും പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മുന്നേ എൻ്റെ സ്കിന്ന് ഓയിലി ആയിരുന്നപ്പോൾ, കുറേ മുഖക്കുരു ആയിരുന്ന സമയത്ത് ഡോക്ടറിനെ കാണിച്ചിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല മോയ്സ്ചറൈസർ, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ ഗൂഗിളൊക്കെ നോക്കിയായിരിക്കും നമ്മൾ മിക്കവാറും, അല്ലെങ്കിൽ ഇന്റർനാഷണൽ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ബ്യൂട്ടി വ്ളോഗേഴ്സിനൊക്കെ അവരിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ അത് പഠിച്ചിട്ടുണ്ടാവുക. കാരണം ഓയിലി സ്കിൻ ആണെങ്കിൽ കൂടി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്ലേസുകളിൽ ജീവിക്കുന്നവർ, അപ്പോൾ അവരുടെ സ്കിൻ ഓയിലി ആയിരിക്കും, പക്ഷെ അവർക്ക് ചുറ്റുമുള്ള ഏരിയ ഡ്രൈ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് കേരളം പോലെയുള്ള സ്ഥലത്താണ്, അവിടെയുള്ള ഏരിയ ഹ്യൂമിഡ് ഏരിയ ആണ്, നമ്മുടെ ചുറ്റുമുള്ള ഏരിയ ഡ്രൈ അല്ല, നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെന്നില്ല. അപ്പം ഇനി നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അലോവേര ജെൽ അപ്ലൈ ചെയ്യാം. ജെല്ല് പോലെയുള്ള മോയ്സ്ചറൈസർ, അതായത് എളുപ്പം സ്കിന്നിലോട്ടേക്ക് അബ്സോർബ് ചെയ്തിട്ട് ഓയിലി ആക്കാണ്ട് വെക്കുക, അങ്ങനെയുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ. അല്ലാണ്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോകളിൽ ആ ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് എന്നുള്ള മെത്തേഡ് കണ്ടിട്ട് ഓടിപ്പോയിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്കിൻ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാവൂ. മറ്റുള്ളവർ പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റ് യൂട്യൂബേഴ്സ് പറഞ്ഞ്, മറ്റ് ബ്യൂട്ടി വ്ളോഗേഴ്സ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിച്ചാടി പോയിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെപ്പോഴും എന്ത് വീഡിയോ കണ്ടാലും എന്ത് ഇൻഫർമേഷൻ കണ്ടാലും നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെ വീഡിയോ ലെങ്തി ആണ്. അപ്പോൾ എന്നോട് ക്ഷമിക്കുക. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിതിൽ പറഞ്ഞിട്ടുള്ളൂ. അൺവാണ്ടഡ് ആയിട്ട് ഒരു കാര്യവും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി. എൻ്റെ അടുത്തൊരു കുട്ടി അവരുടെ ചാനൽ സ്പെസിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. നിങ്ങളും കൂടെ അത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ. ആദിത്യ, എനിക്ക് പേര് മറന്നുപോയി. ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം കേട്ടോ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പം നിങ്ങൾ ആ കുട്ടിയുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.